തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ഭക്ത മഹാത്മ്യം എന്ന കാണ്ഡത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇതിന് തിരുമൂലദേവൻ പറയുന്നത് അടിയാർ പെരുമ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അടിയാർ എന്ന് വെച്ചാൽ ഭക്തന്മാർ, അവരുടെ പെരുമ, അവരുടെ മഹത്വം, അതാണ് ഭക്ത മാഹാത്മ്യം. ഈ ഭക്തന്മാർ, അതായത് ശിവഭക്തന്മാരുടെ മാഹാത്മ്യത്തെക്കുറിച്ച് തിരുമൂലദേവൻ പാടുകയാണ്. ശിവനെ പോലെ തന്നെയാണ് ശിവഭക്തനും. ശിവനെ നാം എങ്ങനെയാണോ ആരാധിക്കുന്നത് അതേപോലെ തന്നെ ഒരു ശിവഭക്തനെയും നാം ആരാധിക്കണം എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. കാരണം ശിവഭക്തൻ തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് ശിവഭക്തൻ. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതാ നോക്കൂ, ശിവലോകം ലഭിച്ചിടാൻ ഈ ശരീരത്തെ നിത്യം തപമുറ്റ് ശുദ്ധമാക്കിക്കൊള്ളുന്നു ഭക്തന്മാരും. ഭക്തന്മാർ ഈ ശരീരത്തെ നിരന്തരം തപസ്സിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ശരീരം എന്നുള്ളത് ധർമ്മസാധനമാണ്. മനുഷ്യൻ്റെ ശരീരം എന്നുള്ളത് ധർമ്മസാധനമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് കാളിദാസൻ പാടുന്നത്. അപ്പോൾ ഈ ശരീരം കൊണ്ട് വേണം ശിവതപസ് ചെയ്യാൻ. അതുകൊണ്ട് ശിവലോകം ലഭിച്ചിടാൻ ഈ ശരീരത്തെ നിത്യം തപമുറ്റ് ശുദ്ധമാക്കിക്കൊള്ളുന്നു ഭക്തന്മാരും. എന്തിനാണ് തപസ് ചെയ്യുന്നത്? ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കാൻ. ശരീരത്തെയും മനസ്സിനെയും പവിത്രമാക്കുന്ന ഒരു മഹനീയ ഘടകമാണ് തപസ്. ഈ സാധനയിലൂടെ, തപസാധനയിലൂടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും പരമപവിത്രമാക്കി ശിവൻ്റെ കോവിലാക്കി മാറ്റാൻ പറ്റും. ദേഹം ശിവാലയം ആക്കി മാറ്റാൻ കഴിയും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അതിനെന്ത് വേണം? ശരീരത്തെ തപസ് കൊണ്ട് ശുദ്ധീകരിക്കണം. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തപസ് കൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ആ ഭക്തൻ്റെ, ശിവഭക്തൻ്റെ മനസ്സ് ശിവമനസ്സായി തന്നെ പരിണമിക്കും. ഇതാ നോക്കൂ, ശിവലോകത്തിങ്കൽ ചെന്ന് ശിവനോട് കൂടി നിൽക്കും. ശിവലോകത്തിങ്കൽ നിന്നും അരുളിനെ നേടാൻ കഴിയും. നോക്കൂ, ശിവലോകത്തിങ്കൽ ചെന്ന് ശിവനോട് കൂടി നിൽക്കാൻ കഴിയും. ഇങ്ങനെ നിരന്തരം ശിവതപസ് അനുഷ്ഠിക്കുന്ന ഒരു ശിവസാധകൻ എവിടെ എത്തിച്ചേരും? ശിവലോകത്തിൽ ചെന്ന് ശിവനോട് കൂടെ നിൽക്കും. ശിവൻ്റെ സമീപത്ത് തന്നെ ഈ ഭക്തന് ഇരിപ്പിടം ലഭിക്കും. അപ്പോൾ നിരന്തര ശിവസാധന ചെയ്യുന്നത് ഒരാൾക്ക്, നിരന്തര ശിവ തപസ് ചെയ്യുന്ന ഒരാൾക്ക് ശിവലോകത്തിങ്കൽ ശിവനോട് കൂടി നിൽക്കാൻ കഴിയും. എന്നിട്ടോ ശിവലോകത്തിങ്കൽ നിന്ന് അരുളിനെ നേടാനും കഴിയും. ശിവലോകത്ത് നിന്ന്, ശിവനിൽ നിന്ന് എന്ത് നേടാൻ പറ്റും? അരുള്, അനുഗ്രഹം, ശിവാനുഗ്രഹം ആ സാധകന് ലഭിക്കുകയും ചെയ്യും. ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശിവ അരുൾ ലഭിക്കുക എന്നാണ്, ശിവാനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ്. ആ ശിവാനുഗ്രഹം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ശിവൻ എപ്പോഴും അയാളുടെ ഹൃദയവാസിയായി കുടികൊള്ളും. ഹൃദയത്തിൽ ശിവൻ എപ്പോഴും കുടികൊള്ളുന്ന ഒരവസ്ഥ ആ സാധകനുണ്ടാകും. ശിവലോകത്ത് തന്നെ എത്തിച്ചെന്ന് ശിവസമീപത്തിരിക്കാനും ശിവൻ്റെ അരുള് നേടാനും സദാസമയവും ഒരു ശിവഭക്തന് കഴിയും. അതിൻ്റെ ചുരുക്കം ഇത്രയാണ്: ഒരു ശിവസാധകൻ ശിവതപസ് അനുഷ്ഠിച്ചുകൊണ്ട് 24 മണിക്കൂറും ശിവലോകത്ത് ശിവസാമീപ്യത്തോൾ ശിവാരുളാൽ ജീവിക്കുന്നു. അപ്പോൾ അയാളുടെ ജീവിതം ശിവ അരുൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ശിവാനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഒരു ശിവസാധകൻ ലഭിക്കുക. ഇവിടെ ശിവം എന്ന് പറയുമ്പോൾ സ്നേഹം
എന്ന അർത്ഥമുണ്ട്. അൻപേ ശിവം, സ്നേഹലോകത്തായിരിക്കും, ശിവലോകത്തായിരിക്കും, മംഗളലോകത്തായിരിക്കും അയാൾ എപ്പോഴും ജീവിക്കുക. അയാൾ വിദ്വേഷമോ കാപട്യമോ ഒന്നും ഉണ്ടാകില്ല. ശിവാത്മാവുമായി ഇണങ്ങിച്ചേർന്ന് ശിവാത്മാവിൻ്റെ സമീപത്ത് തന്നെ ശിവാത്മാവായി തന്നെ ഈ സാധകൻ വിരാജിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ. അണ്ഡങ്ങളേഴും പിന്നെ അഖണ്ഡവും പ്രാണൻ താനും കൊണ്ട് ചരാചരങ്ങൾ നാനാഗുണങ്ങളോടെ പണ്ടു തൊട്ടുള്ള വേദ സൃഷ്ടി തന്നെ ആദിയെയും കണ്ടിടും ശിവനെയും ഞാൻ എന്നുള്ളിലെന്നും. ഇങ്ങനെ സാധന അനുഷ്ഠിക്കുന്ന ഒരു സാധകൻ എന്ന് നോക്കൂ. കണ്ടിടും ശിവനെയും ഞാൻ എന്നുള്ളിൽ എപ്പോഴും, എൻ്റെ ഉള്ളത്തിൽ. സാധകൻ പറയുകയാണ്, ശിവസാധകൻ പറയുകയാണ്, എൻ്റെ ഉള്ളത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ആരെ ദർശിക്കുന്നു? ശിവനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ശിവസാധകൻ 24 മണിക്കൂറും അയാളുടെ ഹൃദയവാസിയായ ശിവനെ ദർശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശിവദർശനം എപ്പോഴും അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിവൻ്റെ അരുള് എപ്പോഴും സാധകന് ലഭിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല അണ്ഡങ്ങളേഴും പിന്നെ അഖണ്ഡവും പ്രാണൻ താനും കൊണ്ട് ചരാചരങ്ങൾ നാനാ ഗുണങ്ങളോടെ വസിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെല്ലാം നാനാ ഗുണവിശേഷങ്ങളോടെയാണ് ജീവിക്കുന്നത്. ഈ നാനാ ഗുണവിശേഷങ്ങൾ കാരണം എന്താ? അണ്ഡങ്ങളും പിന്നെ അഖണ്ഡവും പ്രാണനും. എല്ലാ ജീവജാലങ്ങളും ഈ അഖണ്ഡമാകെ, ഈ പ്രപഞ്ചമാകെ, പ്രാണനുമെല്ലാം തന്നെ, ചരാചരങ്ങളെല്ലാം തന്നെ പല പല ഗുണവിശേഷങ്ങളോടുകൂടി, നാനാ ഗുണവിശേഷങ്ങളോടെയാണ് കഴിയുന്നത്. അതായത് അവരുടെ ജന്മത്തിലെ ആ വാസനകളനുസരിച്ച് പല പല ഗുണവിശേഷങ്ങളോടെയാണ് ഈ അണ്ഡങ്ങളെല്ലാം, ഈ ജീവജാലങ്ങളെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെല്ലാം ജീവിക്കുന്നത്. അതായത് ഇപ്പോഴും മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, ഇരട്ടപ്പെട്ട കുട്ടികളാണെങ്കിലും ഒരാൾ മറ്റൊരാളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തനാണ്. ഒരേ സമയത്ത് ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച് വീഴുന്ന 2 കുഞ്ഞുങ്ങൾ, ഇരട്ട കുട്ടികൾ, ആ കുട്ടികൾ ജീവിച്ചു വരുമ്പോൾ അവരുടെ സ്വഭാവം അത്യന്തം വ്യത്യസ്തമായിരിക്കും. രൂപത്തിൽ അവർ ഒരേ തരത്തിലായിരിക്കാം, പക്ഷേ സ്വഭാവത്തിൽ ഇവർ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പോലെ ആയിരിക്കില്ല. ഓരോ വ്യക്തിയും തനത് സ്വഭാവവിശേഷമുള്ളവരായിരിക്കും. ഒരാളെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാ ചരാചരങ്ങളും ഇത്തരത്തിൽ നാനാ ഗുണവിശേഷങ്ങളുടെ, ചിലർക്ക് സാത്വിക ഗുണമായിരിക്കും കൂടുതൽ, ചിലർക്ക് താമസ ഗുണമായിരിക്കും കൂടുതൽ, ചിലർക്ക് രജോ ഗുണമായിരിക്കും കൂടുതൽ. ആ ഗുണത്രയങ്ങളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും താരതമ്യഭേദങ്ങളുമുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും നാനാ ഗുണവിശേഷങ്ങളോടെയാണ് ജീവിക്കുന്നത്. ഈ നാനാ ഗുണവിശേഷങ്ങളെ മുഴുവനും വേണ്ട പോലെ തിരിച്ചറിയാൻ ഒരു ശിവസാധകന്, ശിവാരുൾ ലഭിച്ച സാധകന് കഴിയും. അതാണ് ഇവിടെ പ്രത്യേകത. ഒരു ശിവസാധകന്, ഒരു ശിവ അരുൾ ലഭിച്ച സാധകന്, ഭക്തന് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവവിശേഷങ്ങളെല്ലാം തന്നെ ആ സാധകന് തെളിഞ്ഞ് കിട്ടും. അതെങ്ങനെയാണ് തെളിഞ്ഞ് കിട്ടുക? ശിവ അരുളാൽ, ശിവ അനുഗ്രഹത്താൽ. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയെ ഒരു ശിവസാധകൻ, ശിവതപസ്സി കാണുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സമ്പൂർണ്ണ ചരിത്രം ആ സാധകൻ്റെ മനസ്സിൽ തെളിഞ്ഞ് വരും. ആ കാണുന്ന വ്യക്തിയുടെ സ്വഭാവവിശേഷങ്ങളും ഈ സാധകന് തെളിഞ്ഞ് കിട്ടും. അതാണ് ശിവസാധകനുള്ള പ്രത്യേകത. ശിവസാധകന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാവിധ ഗുണവിശേഷങ്ങളും എല്ലാ സ്വഭാവവിശേഷങ്ങളും വളരെ വ്യക്തമായുള്ള അയാളുടെ ബുദ്ധിയിൽ തെളിഞ്ഞ് വരും. ഇത് ഒരു അത്ഭുതകരമായ അനുഭവവിശേഷമാണ്. സാധന ചെയ്ത് കുറേ പുരോഗമിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ ഈ ശിവസാധകൻ കാണുമ്പോൾ ആ വ്യക്തി ഏത് തരത്തിലുള്ള ആളായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ
ആ ശിവസാധകന് കഴിയും. അത് വലിയൊരു അനുഗ്രഹമാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള ശിവസാധകൻ എപ്പോഴും ശിവനോടൊത്താണ് ജീവിക്കുന്നത്. അവരെ ഒരിക്കലും പരാജയപ്പെടുത്താനോ വഞ്ചിക്കാനോ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ആ ശിവസാധന ഇഷ്ടമല്ലാത്ത ദുഷ്ടതരം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്ന ആളിലേക്ക് തന്നെ തിരിച്ചടിക്കുകയും ചെയ്യും. അതാണ് പ്രത്യേകത. ഒരു ശിവസാധകനെ ഒരു കാരണവശാലും ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് തിന്മ വിചാരിക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ വിചാരിച്ചാൽ ആ വിചാരിക്കുന്ന ആൾക്ക് തന്നെ ശിവൻ പ്രതിഫലം കൊടുക്കും. അതായത് ഒരു ദുഷ്ട മനസ്സോടുകൂടി ഒരു ശിവസാധകനെ നോക്കിക്കാണുകയാണെങ്കിൽ ആ ദുഷ്ട മനസ്സ് എരിച്ചു കളയാനുള്ള ശക്തി ഈ ശിവ അരുളിന് ഉണ്ട് എന്ന് താല്പര്യം. ഇതാണ് ഈ ഭാഗത്ത് അടിയാർ മഹിമയിൽ തിരുമൂലദേവൻ പറയുന്ന, വീണ്ടും കൂടുതൽ പറയുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ ശിവഭക്തൻ അല്ലെങ്കിൽ ശിവ തപസ് ചെയ്യുന്ന ഒരുത്തൻ ശിവൻ തന്നെയായി മാറുന്നു. അതായത് അയാൾക്ക് ബ്രഹ്മസത്യം തെളിഞ്ഞു കിട്ടുന്നു, ശിവസത്യം തെളിഞ്ഞ് കിട്ടുന്നു. അതാണ് ഈ ശിവതപസ് കൊണ്ടുള്ള പ്രയോജനം. ശിവസാധന കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ഈ ശിവസാധകന് ബ്രഹ്മസത്യം, ശിവസത്യം തെളിഞ്ഞ് കിട്ടുകയും അയാളിൽ ശിവബോധം ജ്വലിച്ചു നിൽക്കുകയും ചെയ്യും. അതായത് ബോധം അതിൻ്റെ പരിപൂർണ ഭാവത്തിൽ അയാളിൽ പ്രകാശിച്ചു നിൽക്കും. ബ്രഹ്മവുമായി ഒന്നിച്ചു ചേരാൻ, ശിവബ്രഹ്മവുമായി ഒന്നിച്ചു ചേരാൻ ആ സാധകന് കഴിയും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ചില ഉപനിഷത്തുകൾ പരിശോധിച്ചാൽ മതി. ഞാൻ എല്ലാ ഉപനിഷത്തുകളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ രുദ്രഹൃദയോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ആ രുദ്രഹൃദയോപനിഷത്ത് വെച്ചാൽ ഹൃദയത്തിൽ രുദ്രനെ പ്രതിഷ്ഠിച്ച ഒരു സാധകൻ്റെ ആ അനുഭൂതിയെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇവിടെ തിരുമൂലദേവൻ പറയുന്നില്ലേ, ഒരു ശിവതപസ് ചെയ്യുന്ന ആ അടിയാർ, ആ അടിയാരുടെ മഹത്വത്തെ ഇവിടെ ഒരു ഉപനിഷത്തിലൂടെ, രുദ്രഹൃദയോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തിലൂടെ വിവരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് നോക്കാം. ഭോക്തൃരൂപത്തിലും മറ്റു വിധത്തിലുള്ള വിശ്വം പ്രകടമാകുന്ന ബ്രഹ്മത്തിൽ നിന്നുമാണ്. ആ ബ്രഹ്മം സർവജ്ഞവും സകല വിദ്യകളുടെയും ആശ്രയസ്ഥാനവുമാകുന്നു. അതിൻ്റെ തപസ് ജ്ഞാനം തന്നെ. കണ്ടോ, അതിൻ്റെ തപസ് ജ്ഞാനം തന്നെ. സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ഈ വിശ്വം കേരള സർപ്പപ്രതീതി പോലെ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിശ്വം അസത്യമാണ്, ബ്രഹ്മം അവിനാശിയും സത്യവുമാണ്. ഇതറിയുന്ന വ്യക്തി മോക്ഷം പ്രാപിക്കും. കർമ്മത്താൽ പ്രപഞ്ചപാശം ഛേദിക്കപ്പെടില്ല. ജ്ഞാനം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അതിനാൽ മുമുക്ഷു ബ്രഹ്മനിഷ്ഠനും ശ്രോത്രീയനുമായ ഗുരുവിനെ ശരണം പ്രാപിക്കണം. എന്നിട്ട് ഗുരുവിൽ നിന്ന് എല്ലാ ശിവജ്ഞാനവും നേടുക. അവിനാശിയായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന വ്യക്തിയുടെ അവിദ്യയാകുന്ന ബന്ധനം ഛേദിക്കപ്പെടുന്നു. അതോടെ പുരാണ പുരുഷനായ ശിവൻ്റെ സാമീപ്യം ലഭിക്കുന്നു. കണ്ടോ, ഈ ശിവതപസ് ചെയ്യുമ്പോൾ എന്താണ് പ്രയോജനം? അതോടെ പുരാണ പുരുഷനായ ശിവൻ്റെ സാമീപ്യം ലഭിക്കുന്നു. അമൃതാത്മകമായി ഈ സത്യം മുമുക്ഷുക്കളായ സാധകന്മാർ അറിഞ്ഞിരിക്കണം. ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിന് പ്രണവം വില്ലും ആത്മാവ് അമ്പുമാകുന്നു. അതിനെ ഛേദിക്കാൻ ആലസ്യം വെടിഞ്ഞ് നിരന്തര തപസ് ചെയ്യണം. ബ്രഹ്മത്തിൽ ലക്ഷ്യം ഭേദിക്കുവാൻ ബാണം ക്രിയാനിരതമായിരിക്കുന്നത് പോലെ മുഴുകണം. ബ്രഹ്മമാകുന്ന ലക്ഷ്യം സർവഹതമാണ്. ആത്മാവ് സർവതോമുഖമാണ്. സാധകൻ സർവഗതനായാൽ ശിവനാകുന്ന ലക്ഷ്യം സംശയലേശമന്യേ പ്രാപിക്കാം. അപ്പോൾ ശിവനാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ശിവതപസ്വിയുടെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെ എത്തിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ദൗ സുവർണവും ശരീരസ്മിൻ തുടങ്ങുന്ന വളരെ പ്രശസ്തമായൊരു മന്ത്രമുണ്ട്. അതിനർത്ഥം ഇതാണ്: ആത്മാവും പരമാത്മാവുമാകുന്ന രണ്ട് പക്ഷികൾ ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ വന്നിരിക്കുന്നു.
ഉപനിഷത്തിൽ എപ്പോഴും പറയുന്ന ഒരു അലങ്കാര കൽപ്പനയാണ്, ആത്മാവും പരമാത്മാവുമാകുന്ന രണ്ട് പക്ഷികൾ ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ വസിക്കുന്നു. ജീവനാകുന്ന പക്ഷി കർമ്മമാകുന്ന ഫലം ഭക്ഷിക്കുന്നു. എന്നാൽ പരമാത്മാവാകുന്ന പക്ഷി അതിലെ കർമ്മഫലാനുഭവത്തെ സാക്ഷി രൂപത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. മായയുടെ ശക്തി കൊണ്ടാണ് ആത്മപരമായ ഭേദസങ്കല്പം ഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ചിന്മയമായ ജീവൻ സാക്ഷാൽ പരമാത്മാവ് തന്നെ. ജീവനിലും ഈശ്വരനിലും ചിദ്രൂപോപാധിയായ സംബന്ധിച്ച ആകാര ഭേദം കൊണ്ടാണ് ഈ ഭേദം പരിലക്ഷിതമാകുന്നത്. യഥാർത്ഥത്തിൽ അവ തമ്മിൽ ഭേദമില്ല. ഭേദമുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ചിത്സ്വരൂപം നഷ്ടമാകും. ജഡമാകുന്ന ഉപാധിയിലാണ് ചിത്തിൽ നിന്ന് ചിത്തിന് ഭേദമുണ്ടാകുന്ന സങ്കല്പമുണ്ടാകുന്നത്. അതിന് ചിതാകാശത്തിൽ നിന്ന് ഭേദമില്ല. ഭേദദൃഷ്ടി ജഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചിതജ്ഞസ്വരൂപമായ പരമാത്മാവ് സകല വിശ്വത്തിനും ആശ്രയമാണ്. പരമാത്മാവ് ഞാൻ തന്നെയാണ് എന്ന ചിന്താഗതിയിൽ മുനിമാർ വിദശോകന്മാരായിത്തീരുന്നു. അപ്പോൾ ശരീരത്തിൽ ഇതാ നോക്കൂ, ആ രണ്ട് പക്ഷികൾ, ജീവനും അതേപോലെ പരമാത്മാവും. ശരിക്കും പരമാത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ് ജീവാത്മാവ്. മുകളിലിരിക്കുന്ന പക്ഷി സാക്ഷി രൂപേണ എല്ലാത്തിനെയും വീക്ഷിക്കുമ്പോൾ താഴെ ഇരിക്കുന്ന പക്ഷി എല്ലാത്തിനെയും ഭക്ഷിച്ച് കർമ്മനിരതമായി കഴിയുന്നു. അങ്ങനെ ജീവാത്മാവും പരമാത്മാവും രണ്ട് പക്ഷികളായി ജീവനാകുന്ന വൃക്ഷത്തിൽ കുടികൊള്ളുന്നു. ശരിക്കും പരമാത്മാവാകുന്ന പക്ഷിയുടെ ഒരു നിഴൽ മാത്രമാണ് താഴെയിരിക്കുന്ന ജീവനാകുന്ന പക്ഷി. ആ സത്യം മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷി മാത്രമേ ഉള്ളൂ, അതായത് പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ഈ സത്യമാണ് ഈ ഉപനിഷത്തിൽ, രുദ്രഹൃദയോപനിഷത്തിൽ വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് രുദ്രഹൃദയോപനിഷത്ത്. രുദ്രഹൃദയോപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ തിരുമൂലദേവൻ ഈ തിരുമന്ത്രത്തിലും ആ അടിയാർ മഹിമയിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് തിരുമൂലദേവൻ്റെ അടിയാർ മഹിമയിലെ ആദ്യ ഭാഗം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.